ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഓണമായിട്ട് എന്നെ എങ്ങോട്ടൊന്ന് കറങ്ങാൻ കൊണ്ടുപോയില്ലല്ലോ ഇക്കാന്ന് പരാതി വന്നപ്പോൾ ഇക്ക പറഞ്ഞു, എന്നാൽ പിന്നെ പോയി റെഡിയായിട്ട് വാ, നമുക്ക് എങ്ങോട്ടെങ്കിലൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന്. കേട്ട പാതി കേൾക്കാത്ത പാതി ഓടിപ്പോയി റെഡിയായിട്ട് വന്നിട്ടോ. പോകുന്ന സന്തോഷത്തിൽ ഇൻട്രോ എടുത്തത് റെക്കോർഡായോ ഇല്ലയോ ഒന്നും നോക്കിയില്ല, റെക്കോർഡായിട്ടില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ബീച്ചിലോട്ടാണ് പോയത്. ബീച്ചിൽ എത്തിയ പാടെ കപ്പലണ്ടി വിൽക്കുന്ന കണ്ടു. എൻ്റെ ഇക്കയുടെ ഫേവറേറ്റാണ് കപ്പലണ്ടി. അങ്ങനെ 2 പുതിയ കപ്പലണ്ടി ആയിട്ട് ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് ഇറങ്ങി. നല്ല തിരക്കുണ്ടായിരുന്നു ബീച്ചിൽ. ഓണമായതുകൊണ്ട് എല്ലാവരും എൻജോയ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സാവിക്ക് ബീച്ച് കണ്ടു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് അങ്ങ് നടക്കണം, കൈ പിടിക്കുന്നതൊന്നും ഇഷ്ടമല്ല. അങ്ങനെ കുറേ കപ്പലണ്ടിയൊക്കെ ഞങ്ങൾ കുറച്ചങ്ങ് നടന്നു. പിന്നെ കടലിങ്ങ് കീറി കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് അടുത്തതുപോലെ എനിക്ക് തോന്നി. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് കൊല്ലം ബീച്ചാണേ. അങ്ങനെ സാവിയാണെങ്കിൽ കാല് നനയ്ക്കാൻ കൊണ്ടുപോകുകയോ ഇല്ലയോ എന്ന് ദയനീയമായിട്ട് ഇക്കായി നോക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇക്ക പറഞ്ഞ എന്നാൽ കൊണ്ടുപോയി കുഞ്ഞിനെ ഒന്ന് നനച്ചേക്കാണ് കാല്. ഞാൻ വിചാരിച്ച ആദ്യമൊക്കെ തിര വന്നപ്പോൾ അവന് പേടിയാവുമല്ലോ, പക്ഷേ പിന്നെയല്ലേ മനസ്സിലായത് ചെക്കനെ തിരിച്ച് കയറാൻ ഒരു ഉദ്ദേശമില്ലായിരുന്നു. ഞാൻ തിരിച്ച് വിളിച്ചപ്പോഴൊക്കെ അവൻ പറയും ഉമ്മായും കൂടെ വാ. അവന് കൈവിട്ട് കാല് നനയ്ക്കാനൊക്കെ ആയിരുന്നു പരിപാടി. പക്ഷെ നമ്മളങ്ങനെ വിട്ടുകൊടുക്കും. കുറേ നേരം വാപ്പായും മോനും കൂടെ കാലൊക്കെ നനച്ചു അങ്ങ് എൻജോയ് ചെയ്തു കേട്ടോ. സന്ധ്യ ആവുന്നതനുസരിച്ച് ആളുകളുടെ എണ്ണവും തിരക്കും ഒക്കെ കൂടുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ചു പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് വിശപ്പിൻ്റെ വിളി വന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ ചിക്കിങ്ങിലേക്ക് വെച്ച് പിടിച്ചു. അവിടെ അങ്ങനെ മെനു കാർഡൊക്കെ കൊണ്ടുവച്ചു കേട്ടോ. അങ്ങനെ കുറേ ഓഫറൊക്കെ ഞങ്ങൾ നോക്കി. ഓണം ഫീസ്റ്റ് എന്ന് പറഞ്ഞ് കുറച്ച് ഓഫറൊക്കെ ഉണ്ടായിരുന്നു. അതിലൊന്ന് ഞങ്ങൾ ഓർഡർ ചെയ്ത് പിന്നെ കാത്തിരിപ്പായി. സാവിക്ക് ചിക്കനിലെ ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവൻ്റെ 10ാം മാസം തൊട്ട് അവൻ കഴിക്കുന്ന കേട്ടോ ചിക്കനിലെ ചിക്കൻ. അങ്ങനെ കട്ട വെയിറ്റിങ്ങിൽ ഇരിക്കുക കേട്ടോ. അങ്ങനെ കട്ട വെയിറ്റിങ് ഒടുവിൽ ചിക്കൻ വന്നു. പുറഞ്ചങ്ങ് കഴിച്ചു കേട്ടോ. പക്ഷെ ഇത് മൊത്തം ഞങ്ങൾക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴേക്കും ഇരയെ വിഴുങ്ങിയ പാമ്പിനെ പോലെയായി ഞങ്ങൾ. അങ്ങനെ ബാക്കി ഞങ്ങൾ പാഴ്സലും എടുത്ത് അങ്ങ് തിരിച്ച് പോകുന്നു കേട്ടോ. പോകുന്ന വഴിക്ക് സാവി ഭയങ്കര പിണക്കത്തിലായിരുന്നു. ചുമ്മാ ഹോൺ അടിച്ച് എനിക്ക് വഴക്ക് പറഞ്ഞതിനാട്ടോ പിണങ്ങിയത്. നേരെ സലീമാക്കയുടെ കടയിൽ പോയി 2 ചോക്കോബാറൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വെച്ച് പിടിച്ചു. അപ്പം ഞങ്ങൾ നൈബറായ സുമേത്താടെ വീട്ടിൽ മക്കൾസ് എല്ലാവരും കൂടെ അടിപൊളി കളി കേട്ടോ. അങ്ങനെ ഞാനും കൂടി 10:30 വരെ ഞങ്ങൾ അടിച്ച് പൊളിച്ചു കേട്ടോ കളിച്ച്. അതിനുശേഷം അങ്ങ് ക്ഷീണമായി. പിന്നെ ഞങ്ങൾ വീട്ടിൽ പോയി കിടന്ന് അങ്ങ് ഉറങ്ങി. ടാറ്റാ ബൈ.